നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിൽ അതിവേഗത്തിൽ വളർന്ന സംരംഭകനാണ് കണ്ണൂർ സ്വദേശിയായ ബൈജു രവീന്ദ്രൻ. ലോകത്തിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ച ബൈജൂസ് ഗ്രൂപ്പിന്റെയും വീഴ്ച അതിവേഗത്തിലായിരുന്നു. ഒരു വർഷം മുൻപ് ബൈജു രവീന്ദ്രന്റെ ആസ്തി $2.1 ബില്യൺ ആയിരുന്നു. അതായത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഉണ്ടാക്കിയത് ആരെയും അതിശയിപ്പിക്കുന്ന വളർച്ച. എന്നാൽ വളർച്ചയേക്കാൾ വേഗത്തിൽ ബൈജു രവീന്ദ്രന്റെ വീഴ്ചയും സംഭവിച്ചു. അടുത്തിടെ പുറത്തിറക്കിയ ഫോബ്സ് ബില്യൺ സൂചിക 2024 അനുസരിച്ച് ബൈജു രവീന്ദ്രന് സ്വത്ത് ഒന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ നിന്ന് 4 പേർ മാത്രമാണ് ഇത്തവണ പുറത്തായത്. മുൻ എജുടെക് താരം ബൈജു രവീന്ദ്രൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സ്ഥാപനം ബൈജൂസ് ഒന്നിലധികം പ്രതിസന്ധികളിൽ പെട്ടിരുന്നു. ഫോബ്സ് പറഞ്ഞത് ഇങ്ങനെ: 2011 സ്ഥാപിതമായ ബൈജൂസ് 2022 $22 ബില്യൺ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പായി മാറിയിരുന്നു. പ്രൈമറി സ്കൂൾ മുതൽ MBA വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ന്യൂനതമായ പഠന ആപ്പിലൂടെ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ബൈജു രവീന്ദ്രൻ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചത്. എന്നാൽ സമീപകാലത്ത് സാമ്പത്തിക മേഖലയിൽ വലിയ തിരിച്ചടിയാണ് ബൈജൂസിനെ നേരിടേണ്ടി വന്നത്. ബൈജൂസിന്റെ മാതൃകാ കമ്പനിയായ തിങ്ക് ആൻഡ് ലേണിൽ നിക്ഷേപമുണ്ടായിരുന്ന ബ്ലാക്ക് റോക്ക് എന്ന സ്ഥാപനം 2024 ജനുവരിയിൽ അവരുടെ ഓഹരിയുടെ മൂല്യം വെട്ടിക്കുറച്ചിരുന്നു. 2022 മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ബൈജൂസ് തങ്ങളുടെ കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ $1 ബില്യൺ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. ഈ ഫെബ്രുവരിയോടെ ഓഹരി ഉടമകൾ ബൈജുവിനെ കമ്പനിയുടെ CEO സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ഇതിനോടകം തന്നെ 1000 കണക്കിന് തൊഴിലാളികളെയും പിരിച്ചുവിട്ടു. ഈ ആഴ്ച മാത്രം കമ്പനി പിരിച്ചുവിട്ടത് 500 പേരെയാണ്. 2023 പ്രഖ്യാപിച്ച പുനഃസംഘടനയുടെ ഭാഗമായി ഇതുവരെ 3000-ഓളം ജീവനക്കാരെയാണ് കമ്പനി പിരിച്ചുവിട്ടത്. ബൈജുവിന്റെ വിദേശ നിക്ഷേപവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലാണ്. സ്ഥാപകനെതിരെ ലുക്കൌട്ട് സർക്കുലറിന് മുമ്പ് ബൈജുവിന്റെ മാതൃകാ സ്ഥാപനമായ തിങ്കിന് ED ഷോക്സ് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനു പുറമെ മറ്റ് കേസുകളും ബൈജു നേരിടുന്നുണ്ട്.